സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട സമയത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പൊതുസ്ഥലത്ത് വെച്ചിട്ട് നടത്തുന്ന കോപ്രായമാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മാതാപിതാക്കൾ മക്കളെ ഒരുപാട് പ്രതീക്ഷയോടെ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ വിടുന്നത് പഠിച്ച് വലുതായി നല്ല ഒരു നിലയിലായി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മക്കൾ ചെയ്യുന്ന പരിപാടി എന്താണ്? കോളേജിലേക്കാണ് അല്ലെങ്കിൽ സ്കൂളിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിറങ്ങും. എന്നിട്ട് ചെയ്യുന്ന കലാപരിപാടി, ചെയ്യുന്ന തോന്നിയാസം ഇതാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്നൊരു വീഡിയോ ആണിത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും നടത്തുന്ന കോപ്രായമാണ്. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. നോക്കുക. ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ബാഗൊക്കെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്കൂളിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയോ ആണ്. അവർ ആ റോഡിൻ്റെ നടുഭാഗത്ത് നിന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. അത് എന്താണ് എന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട സമയത്ത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പൊതുസ്ഥലത്ത് വെച്ചിട്ട് നടത്തുന്ന കോപ്രായമാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഒരു പയ്യന് ആ പയ്യൻ്റെ ബാഗ് റോഡിൽ വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്നു. പെട്ടെന്ന് റോഡാണല്ലോ, പൊതുവഴിയാണല്ലോ, വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാരും കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നോർമലി സംശയം തോന്നാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് ആ പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് തോന്നുന്നു. മറ്റേതാരാണെന്ന് അറിയില്ല. എന്തായാലും ബാഗ് അവിടെ വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു പൊടി ഇങ്ങനെ വിതറി, ഓക്കെ, പൊടി ഇട്ടു. എന്നിട്ട് രണ്ടുപേരും അവിടെ ഒളിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും റോഡിലൂടെ യാത്ര പോകുന്ന ആളുകൾ റോഡ് സൈഡിൽ ഇങ്ങനെയുള്ള ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് പോയിട്ട് നോക്കും. അതാണ് ഇവർക്കും വേണ്ടത്. ഒരു സൈക്കിളുകാരൻ പാസ് ചെയ്തു, അതേപോലെ ഒരു കുട്ടിയെ സൈക്കിളുമായിട്ട് പാസ് ചെയ്തു. പക്ഷെ അവരെടുത്തിട്ടില്ല കേട്ടോ, അവർ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ബൈക്കിൽ 2 പയ്യന്മാർ. എന്തായാലും ഒരു ബാഗ് റോഡ് സൈഡിൽ കിടക്കുന്നു. അതെന്താണെന്ന് നോക്കിക്കളയാം. ഇനി വല്ല വിലപിടിപ്പുള്ള സ്വർണമോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാഗിൽ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന ഉദ്ദേശത്തിലാണ്. പക്ഷെ ആ പൊടിയിൽ ആ പയ്യന് ചെയ്ത പരിപാടിയാണ്. അതായത് എനിക്ക് തോന്നുന്നു സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പൗഡറാണ് അതിൽ സ്പ്രേ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു പയ്യൻ അവിടെ ഇരുന്നു. വല്ലാത്തൊരു തലവേദന, വല്ലാത്തൊരു അസ്വസ്ഥത പയ്യനിക്ക് അനുഭവപ്പെടുകയാണ്. രണ്ടാമത്തെ പയ്യനിക്കും സെയിം അവസ്ഥയാണ്. എന്നിട്ട് ഈ കുട്ടികൾ നടത്തുന്നത് മോഷണമാണ്. എന്നിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. ബാഗ് എടുത്തു, പയ്യൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും മൊബൈൽ ഫോണും ഒക്കെ എടുത്തു. ഈവൺ ആ ബൈക്ക് പോലും മോഷ്ടിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പഠിക്കുകയാണ് വേണ്ടത്. ഇമാതിരി നാറിയ പരിപാടി എല്ലാ കുട്ടികളും കാണിച്ചു കൂട്ടേണ്ടത്. ഓക്കെ, ഒരുപാട് പ്രതീക്ഷയോടെയാണ്, നിങ്ങളിൽ പൂർണ്ണമായിട്ടുമുള്ള വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഓരോ അച്ഛനും ഓരോ അമ്മയും നിങ്ങളെ സ്കൂളിലേക്കും കോളേജിലും ഒക്കെ വിടുന്നത്. അപ്പോൾ പോയിട്ട് പഠിക്കുക, പഠിച്ച് നല്ല ജോലിയൊക്കെ നേടുക. അല്ലാതെ കൂട്ടുകാരുമൊത്ത് കൂട്ടുകെട്ട് കിട്ടുമ്പോൾ ഒരു തമാശയൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എന്തായാലും പയ്യൻ്റെ പിന്നിൽ വലിയ ഒരു റാക്കറ്റ് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ പൊടിയൊക്കെ പയ്യനിക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? എന്തായാലും അഭിപ്രായം കമൻ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ ഫ്രണ്ട്സ്. പെൺകുട്ടി പൂർണ്ണ സപ്പോർട്ടാട്ടോ. പെൺകുട്ടിയാണ് ഇതിൽ നല്ല ആക്റ്റീവായിട്ടുള്ളത്. ബൈക്കെടുക്ക്, പോകാം എന്നൊക്കെ പറഞ്ഞ് ബൈക്കെടുത്ത് പോയി. എന്നാൽ എന്ത് പൗഡറായിരിക്കും? ക്രിയേറ്റിവിറ്റി ആണോ? കാരണം അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്താണ് അവസ്ഥ? ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.